യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥാ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അതിമനോഹരമായ നല്ല വിശുദ്ധ ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. അല്പസമയം രാത്രികാലം ഉറങ്ങുവാനും ഉണർന്ന് കർത്താവിനെ സ്തുതിപ്പാനും തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമ്പൂർണ്ണമായും സമർപ്പിക്കട്ടെ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവ്, ഉള്ളതുപോലെ അറിയുന്ന കർത്താവ്, ഞങ്ങളെവിടെയായിരുന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സകലതും നന്മയ്ക്കായി ചെയ്യുന്നൊരു നല്ല പിതാവ്, ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. നിൻ്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞുവെങ്കിൽ ഇന്ന് വരെ ഞങ്ങളെ പുലർത്തിയ ദൈവം, ഞങ്ങളുടെ ഭാരം ഏറ്റെടുത്ത ദൈവം, ഞങ്ങൾക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി ചെയ്ത ദൈവം, ഹല്ലേലൂയ, ജീവിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിന്നെയും ഞങ്ങളെ നടത്തുവാൻ സർവശക്തന ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ പഠനം ഏൽപ്പിക്കട്ടെ. അവരുടെ പരീക്ഷയെ ഏൽപ്പിക്കട്ടെ. ഇന്നുവരെയും കൂടെ ഇരുന്ന് സഹായിച്ച ദൈവമേ, വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് കൃപയിൽ കാത്തോണേ, ജയത്തോടെ വരെ നടത്തണമേ അപ്പാ. ശത്രു കാണാതോണം മറയ്ക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ തമ്പുരാനെ. ദൈവഭയത്തിലും ഭക്തിയിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവിപ്പാൻ ഇടയാക്കണം. ഞങ്ങളുടെ യുവക്കന്മാരെ എല്ലാം കാത്തുകൊള്ളുമാറാകണം. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണം. ഞങ്ങളുടെ രോഗികളെയും ദുഃഖിതരെയും കാത്തുകൊള്ളുമാറാകണം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഹല്ലേലൂയ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. നല്ല ജോലിക്കായിട്ട് കാത്തിരിക്കുന്ന മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ജീവിതങ്ങളുണ്ട് കർത്താവേ, സ്തോത്രം. എയർപോർട്ടിൽ നല്ല ജോലി ലഭിക്കേണ്ട പൈതലുണ്ട് കർത്താവേ. അപ്പോൾ എല്ലാവരെയും അറിഞ്ഞ് സഹായിക്കണമേ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. പൂർണ്ണമായും എൻ്റെ സ്വർഗത്തിലെ അപ്പനവരുടെ ആഗ്രഹങ്ങളെയൊക്കെ നിവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് ജയയും കുടുംബത്തെയും ഏൽപ്പിക്കുകയാണ്. തൻ്റെ പൈതലിൻ്റെ ആഗ്രഹത്തെ അവിടുന്ന് അറിഞ്ഞ് സഹായിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. നിലവിലുള്ള ജോലിയേക്കാളും ശ്രേഷ്ഠമായൊരു ജോലിക്ക് വേണ്ടി പൈതൽ ആഗ്രഹിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പൈതലിനത് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾപ്പാൻ ഇടയാക്കണമേ തമ്പുരാനെ. എവിടെയായിരുന്നാലും നിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടേ മതിയാകുന്നു ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൊച്ചിയിലെ എയർപോർട്ടിൽ തന്നെ തൻ്റെ പൈതലിന് ആ ജോലി അവൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ലഭിക്കണം. ആമൻ. ഹല്ലേലൂയ. ഒരു ദുഷ്ടപിശാച് അവകാശം പറയാൻ അനുവദിക്കാതോണം സ്വർഗം തൻ്റെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തെ നിവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നീ അങ്ങനെ ചെയ്തു തരുന്ന ദൈവമാകിയാൽ സ്തോത്രം സ്തോത്രം കർത്താവ്. ദൈവമായ കർത്താവെ, അങ്ങനെ ജോലി ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ വിദ്യാഭ്യാസം, അവരുടെ യോഗ്യത അറിഞ്ഞ് സ്വർഗം നൽകണമേ കർത്താവ്. ഉപജീവനമാർഗം ചോദിക്കുന്നത് എൻ്റെ മക്കളോട് കരുണ തോന്നണമേ കർത്താവ്. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിലും സമാധാനത്തിലും സൂക്ഷിക്കണം. ഹല്ലേലൂയ കർത്താവ്. അപ്പോൾ ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവർ, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവർ, എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ തീരാത്ത ഒരു വിഷയമില്ലല്ലോ കർത്താവ്. എല്ലാ രോഗത്തിനും മരുന്ന് അപ്പനാണല്ലോ. എല്ലാവരെയും തൊട്ട് സുഖപ്പെടുത്തുന്ന വൈദ്യൻ നല്ല വൈദ്യനാണല്ലോ. ഹല്ലേലൂയ കർത്താവേ. ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥന ചോദിച്ച ജീവിതമാപ്പാ. ഹല്ലേലൂയ. നല്ലൊരു ശ്വാസം ലഭിക്കാതെ കൃത്രിമ ശ്വാസം ശ്വസിച്ചുകൊണ്ട് കഴിയുന്ന തൻ്റെ മകനെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
തമ്പുരാനെ, നിൻ്റെ ആണിപ്പഴുതുള്ള കരം തൻ്റെ മകൻ്റെ മേൽ വയ്ക്കണമേ അപ്പാ. അങ്ങയുടെ ആ സൗഖ്യം തൻ്റെ മകന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കണമേ. തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് മറികടക്കരുത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം സ്വർഗം അയക്കണമേ. പരിപൂർണ്ണ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആ കുടുംബത്തെ സഹായിക്കണം, മകനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അങ്ങനെ സൗഖ്യം കാത്തു കിടക്കുന്ന എല്ലാ മക്കളുടെ മേലും ആണിപ്പഴുതുള്ള കരം വയ്ക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കും. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, സ്തോത്രം. ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും സഹോദരവർഗ്ഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെയും ഹല്ലേലൂയ എല്ലാവരെയും കരുതുന്ന ദൈവം അവിടുന്ന് ആകിയാൽ സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ അപ്പാ. പ്രത്യേകിച്ചും വക്രത നിറഞ്ഞ ലോകം അപ്പാ, എങ്ങും ഒരു സമാധാനം സ്വസ്ഥതയും ഇല്ല കർത്താവേ. ഭീതിയോടെ ഭാരത്തോടെയൊക്കെ ഞങ്ങളുടെ ദേശം രാജ്യം ഓടുകയാണ് കർത്താവേ. എന്നാൽ സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ കരമൊന്ന് പ്രവർത്തിച്ചേ മതിയാകും. ഞങ്ങളുടെ യുവതി യുവാക്കന്മാർ മദ്യത്തിലും മയക്കുമരുന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ലോകം വഷളത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുമാറാകണം, അവരെ വിടുവിക്കുമാറാകണം. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ആയിത്തീരണം, കർത്താവിനെ അറിയുന്നവരായി തീരണം. അതിനായിട്ട് ഒരുക്കിയേ മതിയാകൂ. സ്വർഗം അതിനായി ഞങ്ങളെ സഹായിക്കണം. കർത്താവ് പ്രാർത്ഥന കേൾക്കും, നിശ്ചയമായി ഞങ്ങളെ വിടുവിക്കും. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.